ഇത് മാസ് മോട്ടോഴ്സിന്നാണ് നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി. എൻജിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു മാസം കഴിഞ്ഞ് ഇപ്പോൾ നമ്മളതിൻ്റെ ഫിൽട്ടർ ക്ലീനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ എൻജിൻ ഭാഗം അഴിച്ച് നമുക്ക് ഈ സൈഡ് അഴിച്ചാലാണ് അതിൻ്റെ ഫിൽട്ടർ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ക്രീൻ ഫിൽട്ടറാണത്. അത്യാവശ്യം ഒരുവിധം ബ്ലോക്ക് ഉണ്ട്, കണ്ടോ, ഇത്രയും അഴുക്കിനകത്ത് വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ എൻജിൻ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന തുണിയുടെ, അതായത് കോട്ടൺ വേസ്റ്റ് പരമാവധി നമ്മൾ ഉപയോഗിക്കൽ കുറവാണ് എൻജിൻ സെറ്റ് ചെയ്യേണ്ട സമയത്ത്. അപ്പോൾ തുണി ഉപയോഗിച്ചാലും അതിൻ്റെ ചെറിയ ചെറിയ നാരുകൾ എൻജിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറ്റി പിടിച്ചൊക്കെ ഇരിക്കും. പിന്നെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായാലും കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ വരും. അത് ഈ സ്ക്രീൻ ഫിൽറ്ററിൽ വന്ന് ബ്ലോക്ക് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് നിർബന്ധമായിട്ടും ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഫിൽറ്റർ ക്ലീൻ ചെയ്യണം എന്ന് പറയണതിൻ്റെ കേസ്. ഇതിപ്പോൾ അത്യാവശ്യം അഴുക്കുണ്ട്, കാര്യമായിട്ട് ബ്ലോക്കായിട്ടൊന്നുമില്ല. ഇതുണ്ടോ, ഓയിൽ പമ്പിങ് ഒക്കെ കൂളായിട്ട് നടക്കും അതിൻ്റെ ഉള്ളിൽ കൂടെ. പക്ഷെ എന്നാൽ പോലും ഇതിങ്ങനെ കാലക്രമേണ അങ്ങനെ ഇരിക്കും തോറും അത് കൂടുതലായിട്ട് ബ്ലോക്കിലേക്ക് പോകും. കാരണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതിൻ്റെ ഫിൽട്ടർ ക്ലീനിങ് കമ്പൽസറി പറയുന്നതാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ്. അപ്പോൾ നിലവിൽ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. ടാപ്പറ്റ് എൻജിൻ സൗണ്ടിൻ്റെ കേസായാലും വാൽവ് ക്ലിയറൻസ് നോക്കിയായിരുന്നു, വേറെ പ്രശ്നങ്ങളില്ല. പ്ലഗിനകത്തായാലും കാർബണിൻ്റെ ഇത് നോർമലാണ്, സാധാരണ രീതിയിലാണ്. പിന്നെ മൈലേജ് മാക്സിമം ട്യൂണിങ്ങിൽ കിടക്കണത് കൊണ്ട് തന്നെയാണ് ആ കാലത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചോക്ക് ഉപയോഗിക്കേണ്ടി വരും. അത് നോർമൽ ഒരു കംപ്ലൈൻ്റ് അല്ല, ശരിക്കും കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ വണ്ടി ഉപയോഗിക്കേണ്ടത്. ഫസ്റ്റ് മാത്രം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക, എൻജിനൊന്ന് വാമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചോക്കിൻ്റെ ആവശ്യമില്ല, വണ്ടി കൂളായിട്ട് ഓടും. ആ രീതിയിലാണ് ഇപ്പോൾ കറക്റ്റ് ട്യൂണിങ് ആണ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ ഫസ്റ്റിലത്തെ സർവീസ് ഓക്കെയാണ്, നമുക്ക് വേറെ പ്രശ്നങ്ങളില്ല. ഇനി നമുക്ക് 3 സർവീസാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് കൃത്യമായിട്ട് നോക്കിയിട്ട് നമ്മൾ വണ്ടി എടുക്കാൻ വരുമ്പോൾ അതിൻ്റെ ബില്ലിനകത്ത് എഴുതിയിട്ടേക്കാം. 3 സർവീസായിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്, വാറണ്ടി പീരീഡിലുള്ളത്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിലോമീറ്റർ ബേസിലാണ് വരിക. അപ്പോൾ കിലോമീറ്റർ വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ കിലോമീറ്റർ ബേസിൽ ചെയ്യണം, അതല്ലെങ്കിൽ നമുക്ക് ആ മാസം കണക്കാക്കിയിട്ട് സർവീസ് ചെയ്ത് പോകണം. എൻജിൻ സർവീസാണ് ഉദ്ദേശിക്കുന്നത്. ഓയിൽ ചേഞ്ച്, എയർ ഫിൽറ്റർ പ്ലഗിൻ്റെ ഭാഗം, കാർബറേറ്റർ ട്യൂണിങ്, അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് പോകേണ്ടതാണ്. കാരണം നമുക്ക് 1 ഇയർ വാറണ്ടിയാണ് എൻജിനുള്ളത്. അപ്പോൾ ആ വാറണ്ടി പീരീഡിൽ കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്ന സർവീസുകൾ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ബൈ ചാൻസ് എന്തെങ്കിലും ഒരു ക്ലെയിം സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു ക്ലെയിം ചെയ്യേണ്ടി വന്നാൽ, എൻജിൻ വർക്കുമായി ബന്ധപ്പെട്ടൊരു ക്ലെയിം ചെയ്യേണ്ടി വന്നാൽ നമുക്കത് കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ വിളിക്കാം. ഓക്കെ.